തേക്കടിക്കവല എന്ന ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ 200ഓളം സ്പൈസ് ചിപ്സ് ഇങ്ങനെ ശബരിമല സീസണിലല്ലാതെ ഉണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ ബിസിനസ്സാണ് ഇത്. എല്ലാം നല്ല രീതിയിൽ തേങ്ങാണ്ണ വറക്കുന്ന ചിപ്സുകളൊക്കെ കൊടുക്കുന്ന കടകളാണ് ഓപ്പോസിറ്റും എല്ലാം നിൽക്കുന്നത്. ഞാൻ ഇവിടുത്തെ ഒരു കടയുടെ പ്രത്യേകതയെക്കുറിച്ചാണ്. ഇതൊരു പരസ്യചിത്രമൊന്നുമല്ല കേട്ടോ. ഇത് കണ്ടോ, ആൽബ ചിപ്സ് ആൻഡ് സ്പൈസസ് എന്നും പറഞ്ഞ് കാണുന്നത്. ഇതിൻ്റെ കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഞാനതേക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. ഇതൊരു പരസ്യചിത്രമൊന്നുമല്ല കേട്ടോ. ചിപ്സുകൾ ഈ കടയിലെ ആൽബയിലെ ഒറിജിനലായിട്ട് ഇവിടെ തന്നെ വറുത്തെടുക്കുന്ന ചിപ്സുകളാണ്. ഇവിടെ സീസൺ കാലത്തൊക്കെ നല്ല ബിസിനസ്സുള്ള ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് വറക്കുന്നത്. ഇത് മാത്രമല്ല, പുറകിൽ കുറേ കട വറക്കുന്നവരൊക്കെ ഉണ്ട്. ഇവർ വേറെ ആയിട്ട് ഇവിടുത്തെ ചിപ്സുകൾ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കും. ഇപ്പോൾ സീസണല്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ. ഇവിടെ ചിപ്സ് ഇതെല്ലാം ഇവർ നിർമ്മിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഒറിജിനൽ വെളിച്ചെണ്ണയിൽ അതൊന്നും ഇവിടെ നിർമ്മിക്കുന്നതല്ല. ഇത് മേടിക്കുന്ന ഇതെല്ലാം ഇവരിവിടെ തന്നെ നിർമ്മിക്കുന്ന വസ്തുക്കൾ. ഇതൊക്കെ ഉണ്ട് ഓപ്പോസിറ്റിൽ ഇത്രയും കടകൾക്ക് ഇന്ന് ഈ കടകളുടെ പ്രത്യേകതയാണ് കേട്ടോ. അത് വറുക്കുന്നത് ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് കുറേശ്ശെ വറുത്ത് വെക്കും. ഇപ്പം എല്ലാ 1-ാം തീയതികളിലും അയ്യപ്പന്മാർ വരുന്നുണ്ട്. പുറകിൽ 2-3 പേര് വറക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. അങ്ങനെയുള്ളത് ഉണ്ട് കേട്ടോ. സ്പൈസ് ഇതല്ല, പട്ട, കുടംപുളി, ഇഞ്ചി, ഗ്രാമ്പൂ, അങ്ങനെയൊക്കെയുള്ള സോപ്പ് വീട്ടിൽ നിർമ്മിക്കുന്ന ഇതുണ്ട്. ഉണക്കമുന്തിരികൾ, കുരുമുളക്, ജീരകം, ഇതൊക്കെ ഇവിടെ എല്ലാം വില കുറഞ്ഞ രീതിയിൽ. ഇതൊരു പരസ്യചിത്രമല്ല കേട്ടോ. ഞാൻ ഈ കടയുടെ പ്രത്യേകത കുറേ നാളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും തമിഴ്നാട് മെയ്ഡല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഈ കുമളിയിലെ 200 കടകളിൽ ഏറ്റവും വ്യാപാരം നടക്കുന്നതും എല്ലാം കൃത്യമായ ടാക്സും കാര്യങ്ങളുമൊക്കെ അടയ്ക്കുന്നൊരു കടയാണ് കേട്ടോ. ഇതുണ്ടോ, ഇതുണ്ടോ, ഇത് മിഠായികളാണ്. ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയില്ല നമുക്ക്. ഇത്ര കൃത്യമായി ഇതുണ്ടോ, അലുവയുണ്ട്, എല്ലാ ചോക്ലേറ്റ് ഐറ്റംസും ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് കണ്ടിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇപ്പം ഇന്ന് ഏറ്റവും തിരക്ക് പറഞ്ഞൊരു ദിവസം നോക്കിയാണ് ഞാനിവിടെ വന്നത്. ഗസ്റ്റൊക്കെ വന്നിരുന്നു. ഞാനൊരു ഇച്ചിരി നേരം വെളിയിൽ നിൽക്കാൻ പറഞ്ഞാണ് ഞാനിങ്ങനെ ഇതിന് അച്ചാർ ഐറ്റങ്ങൾ, പിന്നെ തേനൊക്കെ ഇവരുടെ നിർമ്മിതിയല്ല കേട്ടോ. അച്ചാറുകളെല്ലാം കമ്പനികൾ തന്നെയാണ്. ഇത് ബൊമ്മ ഐറ്റംസ്. ഇത് ഈ കുമളിയിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് ടൗണിൽ ഇതുപോലുള്ള ഒരു കടകൾ വരുന്നത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. ലൈസൻസോടുകൂടി ചെയ്യുന്നതാണ്. വൈനുകളാണ് അത്. നമ്മൾ ഇതിനകത്തൊക്കെ കുഴിച്ചിട്ട് തന്നെ എടുക്കുകയല്ലേ ഭരണിക്കകത്ത്. അങ്ങനെയുള്ള വൈനുകളാണ് ഇത്. വില വലിയ കൂടുതലൊന്നുമില്ല കേട്ടോ. വൈനുകളാണ്. വൈനിൻ്റെ അടുത്ത് പോയി നിന്ന് എടുക്കാറുണ്ട്. ഉണ്ടോ, വലിയ വിലയുടെ ഒന്നുമല്ല. ഇതുണ്ടല്ലോ, ഇതെല്ലാം കാണുമ്പോൾ ചിലർക്കൊക്കെ കൊതി വരുമല്ലേ. മൊത്തമല്ല ഇവരുണ്ടാക്കുന്ന ഇതൊക്കെ ഒറിജിനൽ വൈനുകളാണ് കേട്ടോ. സെൻറ്റിൻ്റെ, അതായത് ഈ ബോഡി സ്പ്രേയുടെ ഒക്കെ ഐറ്റംസാണ്. ഇതൊക്കെ ഇവിടെ വിലക്കുറവാണ്. അതാണ് ഇങ്ങനെ കുമളിയിൽ ഇങ്ങനെ ഒരു കട വരാൻ തന്നെ കാരണം കേട്ടോ. ഇതിനെല്ലാം വിലക്കുറവും എല്ലാം ക്വാളിറ്റിയുടെ വെച്ച് എല്ലാ സീസണിലും ആളുകൾ ഇവിടെ ഈ കട തിരക്കി വരുന്നതാണ്. അലുവ ഐറ്റംസാണ്. ഇച്ചിരി കളറൊക്കെ ചേർക്കുന്നുണ്ടെങ്കിലും ഇത് ഇവർ തന്നെ നിർമ്മിക്കുന്ന, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അലുവയൊന്നുമല്ല കേട്ടോ. ഇത് ഒറിജിനൽ അലുവ തന്നെയാണ്. അതായത് ഒറിജിനൽ അലുവ തന്നെയാണ്. വലിയ വിലയൊന്നുമില്ല ഇതിന്. എനിക്ക് ട്രെയിനും ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇതിലേക്ക് വരുന്നത് കേട്ടോ കട. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ കടയാണ്, ഏറ്റവും വ്യാപാരം നടക്കുന്ന സത്യസന്ധമായൊരു കട ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യാൻ കാരണം. തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. അപ്പം ഈ കടയുടെ ഒരു പ്രത്യേകത ഞാൻ വർഷങ്ങളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു സത്യസന്ധതയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു എപ്പിസോഡാണ്. ഇവിടെ ഒന്ന് വന്നാൽ കുമളിയിൽ തേക്കടി, ഇവിടെ 4 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ വരുന്നവർ ഈ കടയൊന്ന് സന്ദർശിക്കണം.
അതാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.